ഇന്ന് നമുക്ക് ഇച്ചിരി മോമോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയുള്ള മാവ് കുഴയ്ക്കാൻ പോവുകയാണ്. മൈദാ മാവ്, മൈദാ മാവ് ഉണ്ടായിരുന്നു. അതിൽ അര സ്പൂൺ ഉപ്പ്, ശകലം എണ്ണ, എന്നിട്ട് നമുക്ക് മാവ് കുഴച്ച് വയ്ക്കാം. നമ്മൾ കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴച്ച് വെക്കാം. ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇന്ന് ഞാൻ 2 സൈസിലെ റൊട്ടിക്ക് ആട്ട കുഴയ്ക്കുന്ന പരുവത്തിൽ നമുക്ക് കുഴച്ച് വെക്കാം. ഞാനിന്ന് 2 സൈസിലെ മോമോസാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് സോയാബീൻ്റെയും ഒന്ന് ക്യാബേജ്. ഈ ആട്ട കുഴയ്ക്കുന്ന പരുവത്തിൽ വേണം നമുക്ക് ഈ ആട്ട കുഴച്ച് വയ്ക്കാൻ. ഇന്ന് ഞാൻ 2 സൈസിലെ മോമോസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് മഞ്ചൂരിയനും ഒന്ന് വെജും. അതിന് മഞ്ചൂരിയന് വേണ്ടിയുള്ള സോയാബീൻ കുതുക്കാനിടാം. ഒരു പാക്കറ്റ് മുഴുവൻ സോയാബീൻ നമുക്ക് കുതുക്കാനിടാം. മോമോസിന് വേണ്ട സാധനങ്ങളാണ് ഇത്. വെജ് മോമോസിനുള്ളത് പനീർ, ക്യാബേജ് കൊച്ചു കൊച്ചായിട്ട് അരിഞ്ഞത്. ഇത് മഞ്ചൂരിയൻ ഉണ്ടാക്കാനുള്ളത് സോയാബീൻ കുതിർത്ത് അത് വൃത്തിയാക്കി വെച്ചത്. ഇത് ഇനി മിക്സിയിൽ നമ്മൾ ഇത് കറക്കിയെടുക്കണം. ആട്ട കുതിർത്ത് നമ്മൾ കുഴച്ച് വെച്ചിരുന്നത്. ഇത് അതിന്റെ സോസ് ഉണ്ടാക്കാനുള്ളത് തക്കാളി, 2-3 അല്ലി വെളുത്തുള്ളി, എണ്ണ, വെള്ളം, മുളക് പൊടി, ഉപ്പ്. ഇതിന് ചേർക്കാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. നമുക്ക് മിക്സിയിൽ കറക്കിക്കൊണ്ടുവരാം. നമുക്ക് എണ്ണ ഒഴിക്കാം. ആ സോയാബീൻ അരച്ചത് എണ്ണയിൽ വഴറ്റിയെടുക്കണം. ഈ സോയാബീന്റെ കൂടെ 2 പച്ചമുളകും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ തീയിലിട്ട് ഇളക്കിയെടുക്കാം. ആ പച്ചച്ചവ ഒന്ന് മാറുന്നിടം വരെ. 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം ഒരു കളറിന് വേണ്ടി. മാറ്റി വെക്കാം. ഇനി മറ്റേ വെജ് മോമോസിനുള്ളതിന്റെ മസാല ഉണ്ടാക്കാം. എണ്ണ ഒഴിച്ച് ഇനി നമുക്ക് ക്യാബേജ് വഴറ്റാനിടാം. ഇത് അധികം വേവിക്കേണ്ട കാര്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ മതി. ഇതിന്റെ കൂടെ പനീർ അരിഞ്ഞു വെച്ചതും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വഴഞ്ഞു ഇതിനി ഓഫ് ചെയ്ത് മാറ്റാം. നമുക്കിത് ഓരോന്നോരോന്ന് പരത്തി വെക്കാം. ഞാൻ 2ന്റെയും ഓരോന്ന് പരത്തി ആദ്യം കാണിച്ചു തരാം. അത് മഞ്ചൂരിയൻ. സൈഡിൽ നിന്ന് ഇച്ചിരി വെള്ളം തൂത്ത് കൊടുക്കാം, അത് ഒട്ടാൻ വേണ്ടി. എന്നിട്ട് പതുക്കെ തന്നെ ഇങ്ങനെ പിടിച്ച് നമുക്ക് ചുറ്റിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഇത് ചെയ്ത് പ്രസ് ചെയ്ത് നമുക്ക് മാറ്റാം. ഇങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും അങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം. എന്നിട്ട് ആവിയിൽ പുഴുങ്ങാൻ വയ്ക്കാം. വെജ് മോമോസിന്റെ നിറയ്ക്കാം. മോമോസ് പുഴുങ്ങാനുള്ള വെള്ളം ചൂടാവാൻ വെച്ചു. ഓരോന്നോരോന്നായിട്ട് വെക്കാം. മോമോസ് എല്ലാം നമുക്ക് വേവിക്കാൻ വെക്കാം. ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടിയുള്ള സോസ് ഉണ്ടാക്കാം. സോസ് ഉണ്ടാക്കാൻ വേണ്ടി 3 തക്കാളി അരിഞ്ഞത് നമുക്ക് മിക്സിയിലോട്ട് ഇടാം.
അതിൻ്റെ കൂടെ 3 വെളുത്തുള്ളിയും കൂടെ. ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചു കൊണ്ടുവരാം. ഇച്ചിരി എണ്ണ ഒഴിക്കാം സോസിന് വേണ്ടി. ഈ തക്കാളി അരച്ചത് അതിനകത്തോട്ടിടാം. ഉപ്പിട്ട് കൊടുക്കാം. തക്കാളിയുടെ പച്ചച്ചവ മാറണം വരെ അത് കിടന്നൊന്ന് വേവട്ടെ. തക്കാളിയുടെ പേസ്റ്റ് നല്ല വെന്തിട്ടുണ്ട്, നല്ല ചുമന്ന കളറായി. ഇതിലിനി നമുക്ക് മുളക് പൊടി ചേർക്കണം. എരിയും മധുരവും പുളിയും ഉള്ളൊരു ചട്നിയാ ടൊമാറ്ററിന്റെ. 1/2 സ്പൂൺ പഞ്ചസാര ചേർക്കണം. ഇതിന് ശകലം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് വെക്കണം. അന്നേരം നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മളുടെ മോമോസിന്റെ സോസും തയ്യാറായി.